Hello guys, welcome back to my YouTube channel. ഞാൻ കഴിഞ്ഞ ആഴ്ച സിയാൻ ടർബോ എന്ന് പറഞ്ഞ ഒരു ഫ്രോൺസിൻ്റെ ഒരു വീഡിയോ എടുത്തായിരുന്നു. അതിൻ്റെ വേറെ രണ്ടാമത്തേതാണ് ഇവൻ. എന്നുവെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ സാധനമാണ്. ഫ്രോൺസ് നല്ല സാധനമാണ്. ഹൈബ്രിഡ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞിരുന്നു. അന്ന് ഫോട്ടോസ് ഉൾപ്പെടെ ഞാൻ എടുത്തായിരുന്നു. അതിൻ്റെ ഒരു BN വഴി ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് എൻ്റെ സിയാൻ ഫ്രോൺസിനകത്തോ സിയാൻ ടർബോയിലോ കാണാം ഗൈസ്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഫ്രണ്ട്സ് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. ഈ സാധനം നല്ല വണ്ടിയാണ്. എൻ്റെ ഫ്രണ്ട് എടുത്തു കഴിഞ്ഞു ഈ വണ്ടി. അപ്പം പറഞ്ഞത് ഓട്ടോമാറ്റിക് ആണെങ്കിലും നല്ലതായിട്ട് സ്പീഡിൽ വണ്ടി ഓടിക്കാം. എന്ന് വെച്ചാൽ ഹൈബ്രിഡ് വണ്ടി എന്ന് വെച്ചാൽ ടൊയോട്ടയിൽ തന്നെ കുറേ വണ്ടികളുണ്ട് ഹൈബ്രിഡിൽ. ഇപ്പം ഇന്നോവ ആണെങ്കിലും എല്ലാ കാറുകളും. അതുകൊണ്ട് സുസുക്കി നിങ്ങൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രോൺസ് നല്ലൊരു വണ്ടിയാണ്. മോഡൽ 2025 പുതിയത് വരാൻ പോകുന്നു. 26 പുതിയത് വരും. അത് വെറൈറ്റി കാറുകളാണ്. എന്ന് വെച്ചാൽ ഫ്രോൺസ് സുസുക്കി തന്നെ കുറേ ഉണ്ട്. അതിലെ മെയിൻ ഇപ്പോൾ എനിക്കിഷ്ടപ്പെടുന്നൊരു വണ്ടിയാണ്. എവിടെ കണ്ടാലും ഫ്രോൺസ് എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഗ്രാൻഡ് വിറ്റാറ ഉണ്ട്. അതിലെ ഗ്രാൻഡ് വിറ്റാറയും ഫ്രോൺസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഫ്രോൺസിനെ കുറിച്ച് കുറേ ഡീറ്റെയിൽസ് മെയിൻ ഡീറ്റെയിൽസ് പിന്നെ നെക്സ്റ്റ് യൂട്യൂബിനകത്ത് നെക്സ്റ്റ് വ്ലോഗ് ഞാൻ പറയാം. എന്നുവെച്ചാൽ ഇതിൻ്റെ ബാക്ക് സൈഡ് ഫോട്ടോ ഒന്ന് കാണാം. അന്നേരം ഇത് പുതിയ സൈസാണ്. എന്നുവെച്ചാൽ ഇതിൻ്റെ ഇതെല്ലാം ബ്ലാക്ക് ആണ്. ഒട്ടിച്ചേക്കുമാണ് അവൻ ഫുൾ എന്ന് വെച്ചാൽ ഫുൾ കവറിങ്. എന്ന് വെച്ചാൽ അവരെടുത്ത് നല്ല സ്മോൾ കളർ എല്ലാം ബ്ലാക്ക് ഉണ്ട്, ബ്രൗൺ ഉണ്ട്. ഏത് കളർ വേണമെങ്കിലും നിങ്ങൾ സ്റ്റോറിൽ പോയി പറയാം. നല്ല സൂപ്പർ സാധനം കിട്ടും ഇവനെ. നമുക്ക് ഇവൻ്റെ ബാക്ക് ഒന്ന് കാണാം. SUV ആണ് ഇവൻ. അന്നേരം ഇവിടെ നമുക്ക് ഇതിൻ്റെ ഹൈബ്രിഡ് ഫുൾ ഹൈബ്രിഡ് ആണ് ഇവൻ. ഹൈബ്രിഡ് ഫ്രോൺസ് ഫുൾ നമുക്ക് ബാക്ക് സൈഡ് വെച്ചാൽ ഡിക്കി നമുക്ക് ഒരു 4 സെറ്റ് എന്ന് വെച്ചാൽ 4 ബാഗുകൾ നമുക്ക് ഇതിനകത്ത് കയറ്റി വെക്കാം. ഈ ഒരു ഫ്രോൺസിന് നമുക്കൊരു ലോങ് ട്രിപ്പ് ആണെങ്കിലും ഹാഫ് ട്രിപ്പ് ആണെങ്കിലും നമുക്ക് പോകാൻ ഫ്രോൺസിന് പറ്റും. എന്ന് വെച്ചാൽ SUV മോഡലാണ് ഇവൻ ഈ ഫ്രോൺസ്. ഇത് ഇവിടെ ഹൈബ്രിഡാണ്. ഇവിടെ ഹൈബ്രിഡ് വേറെ കാറുകളുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം. ഇന്ന് തന്നെ ഞാൻ നേരത്തെ എടുത്തൊരു ഫ്രോൺസിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ കുറേ 3-4 ഫോട്ടോസ് ഞാനിവിടെ നിൽക്കുന്ന ഒരു 3-4 ഫോട്ടോ ഞാൻ എടുത്തായിരുന്നു. അതൊരു ഫ്രണ്ടാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു തന്നത് കഴിഞ്ഞ ആഴ്ച. ചിലപ്പോൾ പറഞ്ഞ് വേറെ ഏതെങ്കിലും ഫോട്ടോസ് കാണുവാണെങ്കിൽ ഇതേപോലെ ഒരു വീഡിയോ എടുക്കണം ഡീറ്റെയിൽസ് ആയിട്ട്. കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞു എനിക്കാണെങ്കിൽ എഡിറ്റിങ്ങിൻ്റെ അത്രയൊന്നും അറിയില്ല. എന്തെങ്കിലും തെറ്റോ ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റോ എന്തെങ്കിലും പറയണം. ഓക്കെ, എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. പിന്നെ ഫ്രോൺസ് നല്ലൊരു വണ്ടിയാണ്. സുസുക്കിയിലെ മാരുതി സുസുക്കിയിലെ നല്ലൊരു മോഡലാണ് ഫ്രോൺസ്. നാട്ടിൽ ടർബോയുണ്ട്, നോർമൽ ഫ്രോൺസ്. ടർബോ എന്ന് പറയുന്നത് 2 സിലിണ്ടർ ഉണ്ട്, 3 സിലിണ്ടർ ഉണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഇത്. ഇവിടെ ഇത് 5 സിലിണ്ടറാണ്. ഇതാണ് എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുന്നത്. എനിക്കറിയില്ല അത്രയും ഡീറ്റെയിൽസ് ആയിട്ട്. 5 സിലിണ്ടറാണ് ഫ്രോൺസ്. ഇതാണ് ഇവിടെ. എന്ന് വെച്ചാൽ ഇതിൻ്റെ സീറ്റ് എല്ലാം നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ടൊന്ന് അവനിപ്പം സ്ഥലത്തില്ല. ഇവിടെ വൈപ്പർ നമ്മൾ ഇതാണെങ്കിലും ടയറാണെങ്കിലും നല്ല സാധനമാണ്. നമുക്ക് ഏത് ടയർ വേണമെങ്കിലും ഇപ്പോൾ പഞ്ചറാണെങ്കിൽ നമുക്ക് വേറെ ഇടാം, C8 വേണമെങ്കിൽ വേറെ എല്ലാം ഇടാം നമുക്ക്. ഫുൾ എന്ന് വെച്ചാൽ വൈപ്പർ എല്ലാം ഹാൻഡിന് വേറെ എക്സ്ട്രാ എന്തെങ്കിലും പാർട്സോ എല്ലാം നമുക്ക് വെക്കണമെങ്കിൽ ഫ്രോൺസ് വെക്കാം. ലൈറ്റ് വേറെ ലൈറ്റ്സോ വല്ലതും വേണമെങ്കിൽ നമുക്ക് വെക്കാം. എന്തായാലും ചളുവോ ചുളുങ്ങോ വല്ലതും വരുവാണെങ്കിൽ നിങ്ങൾക്ക് സുസുക്കി കമ്പനിയിൽ പോയി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. അവർ സുസുക്കി കമ്പനി തന്നെ അവർ സർവീസ് ചെയ്ത് നല്ലതായിട്ട് തരും. നാട്ടിൽ ഈ ഫ്രോൺസിനെ അങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നവർ. അന്നേരം നെക്സ്റ്റ് വീഡിയോയിൽ വേണ്ട ഇത് വേറൊരാളാണ് ഇപ്പോൾ ഓണാക്കി ഇപ്പോൾ ഫ്രോൺസ് തുറന്നു. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാം. ഇൻസൈഡുള്ള മലയാളിയല്ലേ അന്നേരം ഈ ഫ്രോൺസ് ചേട്ടാ, ഈ ഫ്രോൺസ് എടുത്തിട്ട് എങ്ങനെയുണ്ട് സാധനം ഓടിച്ചിട്ട്? നല്ല വണ്ടിയാണ്. ഇതിനെക്കുറിച്ച് ഈ വണ്ടിയെക്കുറിച്ച് എന്താണ്? ഇലക്ട്രിക്കാണ്. ഓക്കെ, എന്താണ് ചേട്ടന് ഇതിനെക്കുറിച്ച് വണ്ടിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഓടിക്കാൻ തുടങ്ങിയിട്ട് 2-3 ദിവസമായി. എന്നാണ് ചേട്ടാ ഈ വണ്ടി എടുത്തത് ചേട്ടൻ? അതാ 4 ദിവസമായിട്ടുള്ളൂ. ഓക്കെ,
ആ എന്ന് വെച്ചാൽ ഒരു ഇതിനൊക്കെ നല്ലൊരു പവർ ഉണ്ടോ? ഒരു SUV മാക്സിമം പവർ കുറവാണ്. നന്നായിട്ട് നല്ല എന്ന് വെച്ചാൽ അത് എന്താ പറയാ, ഇതിന്റെ CC അത്രയല്ലേ ഉള്ളൂ. ഓക്കെ, ആ പവർ അത്ര പവറേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇത് എത്ര സിലിണ്ടർ ആണ് ചേട്ടാ? അത് എനിക്കറിയില്ല. എന്ന് വെച്ചാൽ ഞാൻ CC ആണെന്നുള്ളത് ഓക്കെ തോന്നുന്നത്. ഇത് എന്താ പറയാ, 4 സിലിണ്ടർ അല്ല, നമ്മൾ ഹൈബ്രിഡ് ആയതുകൊണ്ട് ഇവൻ എനിക്കൊരു ഓർമ്മയില്ല. എന്നുവെച്ചാൽ നാട്ടിൽ ഇതിന്റെ ടർബോ ഉണ്ട്, നോർമലും ഉണ്ടല്ലോ ചേട്ടാ. എന്നുവെച്ചാൽ ഇവിടെ ഫ്രോൺസ് എന്ന് പറയുന്നത് നമുക്ക് ഇലക്ട്രിക് ഇലക്ട്രിക്കും നമുക്ക് രണ്ടും ഉണ്ടല്ലോ. നമുക്ക് ഇതിന്റെ ബ്രേക്ക് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഓഫ് സിഗ്നലിലൊക്കെ ഓട്ടോമാറ്റിക്കലി ഓഫ്. പിന്നെ നമ്മള് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ആവും. ഇതിനെക്കുറിച്ച് എന്ന് വെച്ചാൽ എൻ്റെ നേരത്തെ ഒരു വണ്ടിയുടെ ഇതുണ്ടായിരുന്നു ഫ്രോൺസിനെ കുറിച്ച്. ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ഇന്നാണ് എനിക്ക് കിട്ടിയത് ഗൈസ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമുക്കൊന്ന് ഇതിൻ്റെ ബാക്ക് ഒന്ന് കാണാം. ഇതാണ്ട് ഇതിൻ്റെ ബാക്ക് ലൈറ്റ് ഉണ്ട് ചേട്ടാ. നമുക്ക് വണ്ടി സ്റ്റാർട്ടിങ് നമുക്ക് കാണാം, എല്ലാത്തിനും ഡീറ്റെയിൽസ്. അന്നേരം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് എന്നെയും കൊണ്ട് പറ്റുന്ന മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ ഒരു കപ്പാസിറ്റി നല്ലൊരു വണ്ടിയാണ് സുസുക്കി ഫ്രോൺസ്. എന്ന് വെച്ചാൽ ഇങ്ങനൊരു വണ്ടിക്ക് എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് എല്ലാ സാധനവും. ചേട്ടാ ഇതിൻ്റെ ഡിക്കി ഒന്ന് ഇങ്ങനെയാണ് ഡിക്കി. ഇതിൻ്റെ ഡിക്കിയും കൂടെ നമുക്കൊന്ന് കാണാം. ഇതിന് ഏതാണ്ട് വണ്ടി ഓണായി. ഏതാണ് ചേട്ടാ? ഇതാണോ? ചേട്ടൻ തന്നെ തുറന്നു. ഇതിന് ക്യാമറ വരെ ഉണ്ടല്ലേ? ക്യാമറ വരെ ഉണ്ട്. നമുക്ക് എന്താണെങ്കിലും നമുക്ക് കാണാൻ. ഇത് നമുക്കൊരു നല്ലൊരു 2-3 പെട്ടി വെക്കാനുള്ള ഉണ്ടല്ലേ അല്ലേ ചേട്ടാ? അതുകൊണ്ട് നല്ല ഫ്രോൺസിൻ്റെ ബാക്ക് ഞാൻ ഇതിനായിട്ട് കാണിച്ചിട്ടില്ലായിരുന്നു. ബാക്ക് സൈഡ് നല്ലതായിട്ട് കണ്ടോളൂ. ഈ ഫ്രോൺസ് എടുക്കുന്നവരാണെങ്കിലും നല്ല വണ്ടിയാണ്. ലൈറ്റ് ഇത് എല്ലാം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഇനി ഇതിനിടയ്ക്ക് ഓട്ടോമാറ്റിക്കാണ് ഇവനെ നമ്മൾ അടച്ചു. എന്ന് വെച്ചാൽ ഇതിൻ്റെ ടയറ് എല്ലാം നല്ല മോഡലാണ്. നല്ല കളറ്. ഇത് സുസുക്കി ഷോറൂമിൽ നിന്ന് തന്നെ എടുത്താണ്. അതെ, ഇതിന് എത്ര ആയിരുന്നു ചേട്ടാ ഇവനെ എടുത്ത ഫ്രോൺസിന്? ഓക്കെ, ഞാനൊരു യൂട്യൂബറും കൂടാണ് ചേട്ടാ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേട്ടനെ ഇതിന് ഇതാക്കിയത്. അന്നേരം നമുക്ക് ഇതിന് ലൈറ്റും കൂടെ നമുക്കൊന്ന് കാണാം. ലൈറ്റ് ഞാൻ കാണിച്ചില്ല. അതാണ്ട് ലൈറ്റ് ഇട്ടപ്പോൾ തന്നെ ഒരു നൈസ് നമ്മുടെ ഗ്രാൻഡ് വിറ്റാറയുടെ ഒരു ചെറിയൊരു ഇതുണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്ന് വെച്ചാൽ എനിക്കൊരു ഉറപ്പില്ല. നമുക്ക് വണ്ടി ഓടുന്നതിൻ്റെ ഒരു വീഡിയോ കാണാം. ആ ഒരു ഡ്രൈവിങ്ങിൻ്റെ നമുക്ക് ഇതിൻ്റെ ഒന്നൊന്ന് കാണാം. വണ്ടി ഡ്രൈവിംഗ് എന്ന് വെച്ചാൽ ഇവിടുത്തെ ഇൻഡിക്കേറ്റർ ഒന്ന് ഇടാവോ ചേട്ടാ? സൈഡ് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ തന്നെ കണ്ടോളൂ. അപ്പുറത്ത് നല്ലൊരു സാധനമാണ്. അന്നേരം ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബ്രേക്ക് വണ്ടി എടുക്കുമ്പോൾ തന്നെ ബ്രേക്കിൻ്റെ നമുക്ക് നോക്കാം. എടുത്തോളൂ ചേട്ടാ. വണ്ടി ഉണ്ടോ? ബ്രേക്കിൻ്റെ തന്നെ ലൈറ്റ് നല്ലൊരു സാധനമാണ്. ഓക്കെ ചേട്ടാ, താങ്ക് യു വെരി മച്ച്. അന്നേരം
ഫ്രോൺസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഹൈബ്രിഡ് ഫ്രോൺസാണ് നമ്മൾ ഇന്നൊന്ന് കണ്ടത്. ഇതിനെക്കുറിച്ചുള്ള ഫുൾ എഡിഷൻ ഞാൻ എന്തായാലും എടുക്കും. ഓക്കെ ഗൈസ്, എന്തായാലും ഒന്നെങ്കിൽ സിയാൻ ടർബോയിലായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ സിയാൻ ഫ്രോൺസിലായിരിക്കും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വരുന്നത്. ഓക്കെ ഗൈസ്, ബൈ, സി യു ലേറ്റർ. ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ എല്ലാത്തിൻ്റെ, ഞാനിപ്പോൾ ഖത്തറിലാണ്, ഇന്ന് എനിക്ക് കളിയില്ലായിരുന്നു. ഓക്കെ ഗൈസ്, ബൈ.